അപ്പോൾ തോമസ് എന്നൊരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത് മേഘാലയയിൽ നിന്നാണ്. ശ്രീ തോമസ് മേഘാലയയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ, മേഘാലയയിൽ നിന്നാണ്. ഷിലോങ്. മേഘാലയ എന്ന് പറഞ്ഞാൽ മേഘങ്ങളുടെ ആലയം, മനോഹരമായ സ്ഥലം അല്ലേ? ഇത്രയും ഭംഗിയുള്ള സ്ഥലം ലോകത്ത് ഉണ്ടെങ്കിൽ അത് മേഘാലയയാണ് അല്ലേ? മാത്രമല്ല, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ചിറാപുഞ്ചി എന്ന് പറയുന്നത് ഈ മേഘാലയയിലാണ്. ഇവിടെ വളരെ അടുത്താണ് ഷില്ലോങ്ങിൽ നിന്ന്. ആ, അപ്പം മഴയൊക്കെ കണ്ട് മടുത്തു. അത്രയും മഴയാണോ അവിടെ? അല്ല, മടുപ്പൊന്നുമില്ല. കാരണം മഴയുണ്ടെങ്കിലും അതിന് ഒരു ബ്യൂട്ടി ഉണ്ട്. ഇവിടുത്തെ വെതർ എന്ന് പറയുന്നത് 12 months വളരെ നല്ല വെതറാണ്. പിന്നെ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആയുസിനെക്കാട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം കൂടുതൽ നമുക്ക് ഈ സ്ഥലത്ത് ജീവിക്കുന്നതിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ പറയുന്ന എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ വളരെ വളരെ കുറവാണ്. ശരി. അപ്പോൾ ശ്രീ തോമസ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ അങ്ങ് അവിടെ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത് മേഘാലയയിൽ? ഞാൻ ആർമഡ് ഫോഴ്സസ്, ഡിഫൻസിലാണ്. അതെ. ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് കേട്ടോ, പൊതുവേദിയിൽ ഒരു സൈനികൻ അതിൻ്റെ ഭാഗമാകുന്നു എന്ന് പറയുന്നത്. എനിക്ക് പൊതുവേദിക്ക് ഏറ്റവും ഒരു അംഗീകാരം കൂടിയാണത്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സൈനികൻ ഇതിൻ്റെ ഭാഗമാക്കാകുന്നു എന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ അഭിമാനം. അപ്പോൾ ശ്രീ തോമസ്, ഞാൻ ചോദിക്കുന്നത്, ഈ ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ? അവിടെ മലയാളികളായ നമ്മുടെ സൈനികരൊക്കെ ഇതെല്ലാവരും കാണുന്നുണ്ടോ? എല്ലാവരും കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ലാസ്റ്റ് ഒരു 2-3 സീസൺ ഞാനിങ്ങനെ കണ്ടിരുന്നു. അപ്പൊ ഇത് ചർച്ചയാകുന്നില്ല, മലയാളികൾക്കിടയിലും ചർച്ചയൊന്നുമില്ല അല്ലേ? അങ്ങനെ ചർച്ചയൊന്നുമില്ല. പക്ഷെ ബേസിക്കലി ലേഡീസ്, ഇവിടെ ഫാമിലി വെച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പൊ ഇതിൽ പല കാര്യങ്ങളും നേരത്തെ ചോരുന്നു, അതിൻ്റെ കൗതുകം പോകാൻ ഇടവരുന്നു എന്നൊക്കെ മോഹൻലാൽ തന്നെ പരാതി പറയാണ്. ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല, അതിനെതിരെ നടപടി ഉണ്ടാകും, കേസ് വരും, ചിലർക്കൊക്കെ എതിരെ പരാതിയും കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, അത് ഒരു പക്ഷേ പാർഷ്യലി ഞാനും അതിനോട് കൂടെ ചേരുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുന്നുണ്ടായിരിക്കാം. കാരണം ഇതിനകത്തും വളരെയധികം ആൾക്കാർ ഈ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവിടുന്ന് ലീക്ക് ആകുന്നുണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഏത് പാർട്ടിസിപ്പന്റിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയോ അങ്ങനെയല്ല ഞാൻ സംസാരിക്കുന്നത്. ആരാണോ കഴിവുള്ളവർ അവരെ അവസാനം വരെ നിൽക്കണമെന്നും ജയിക്കണമെന്നുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറിനെ നമുക്ക് ഏറ്റവും ബഹുമാനമുള്ള മലയാളികൾക്ക് എന്ന് മാത്രമല്ല എല്ലാവർക്കും വളരെ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ഈ ഒരു പ്രോഗ്രാമിൽ വന്നതോടെ പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഒരു അഭിപ്രായമില്ല. ഇത് ഡയറക്ടർ എന്ത് പറയുന്നു, അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ബോസിന്റെ പിന്നെ അണിയറയിലുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടാണ് പുള്ളി ഈ വീക്കെൻഡ്സിൽ വന്ന് പുള്ളിയുടെ ഒരു ഒപ്പീനിയൻ അല്ലല്ലോ പറയുന്നത്. അപ്പോ അതില് പലപ്പോഴും പാർഷ്യാലിറ്റി സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ മേഘാലയയിലുള്ള മുഴുവൻ അങ്ങയുടെ സുഹൃത്തുക്കളോടും പൊതുവേദിയെ പറ്റി പറയണം, ഞങ്ങളുടെ ആശംസകൾ അറിയിക്കണം. മലയാളികളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവരോടും കൂടി പറയണം. ഓക്കെ, തീർച്ചയായിട്ടും. താങ്ക് യു മിസ്റ്റർ തോമസ്. അവിടുന്ന് ഒരു സൈനികൻ നമുക്കൊപ്പം ചേരുന്നു മേഘാലയയിൽ നിന്ന്. അപ്പോൾ സബീന എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്താണ്. സബീന ടീച്ചറാണോ? ഞാൻ ടീച്ചറല്ല, ഞാൻ സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. നൗ ഞാൻ റിസൈൻ ചെയ്തിട്ട് വീട്ടിലിരിക്കുകയാണ്. ഇപ്പോ റിട്ടയർ ചെയ്തു, അതാണോ റിസൈൻ ചെയ്തു, മതിയായി, ജോലി റിസൈൻ ചെയ്തതാണ്. പുതിയ അവസരങ്ങൾ തേടാനുള്ള ഭാഗമാണ്, അതോ ഇത്രയൊക്കെ മതി, ഇനി കുറച്ച് വിശ്രമിക്കാം എന്ന് വിചാരിച്ചാണ്? അതെ അതെ അതെ, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് ഞാനത്. അതെ, ഓക്കെ. അപ്പൊ ഈ വീട്ടിലിരിക്കുമ്പോൾ സ്വാഭാവികമായും ബിഗ് ബോസ് ഒക്കെ കാണുന്നുണ്ടാവും അല്ലേ? ഡെഫിനറ്റ്ലി ഞാനത് കാണാറുണ്ട്. അതൊരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആയിട്ടാണ് നമ്മളത് കാണുന്നതെങ്കിലും ആക്ച്വലി എനിക്ക് പറയാനുള്ളത്, അതിന്റെ ഒരു ട്രാൻസ്പാരൻസിയിൽ ഭയങ്കര ഒരു കുറവ് ഞാൻ ഓൾവേസ് ഞാനത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം ട്രാൻസ്പാരൻസി വളരെ കുറഞ്ഞു വരുന്നതായിട്ട് ഇപ്പോഴെന്നല്ല പല അവസരങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ എവിക്ഷൻ ആണെങ്കിലും പിന്നെ അതിനകത്തുള്ള പല നടപടികളിലും പിന്നെ ഇങ്ങനെയുള്ള നേരത്തെ അതിനകത്തുള്ള പലതും ചോർന്നു പോകുന്നത്, ഇതൊക്കെ ട്രാൻസ്പെറൻസിയുടെ ഒരു കുറവുണ്ട്. അതായത് സംഘാടകരുടെ ഭാഗത്തൊരു ചെറിയ വീഴ്ച ഉണ്ടാകണം, അല്ലാതെ ഇത് അങ്ങനെ പുറത്തു പോകില്ല. അവരിൽ ആരെങ്കിലും പറയാതെ പുറത്തു വരില്ലല്ലോ അല്ലേ? ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം അതിനുള്ളിൽ നിന്ന് നമ്മൾ ഇത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ട് ഒരു ആൾക്കാരെ പൊതുവെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിനെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമുക്കത് കിട്ടുന്നില്ല എന്നുള്ളതാണ്.
അപ്പോൾ ഇത് നേരത്തെ ചോരുന്നു, ഇത് ഓൺലൈൻ സൈറ്റ്സിലൊക്കെ വരുന്നു. പക്ഷേ ഇതിനെതിരെ ഒരു കർശന നടപടിക്കൊരു നിയമനിർമ്മാണം ആവശ്യമാണോ? അല്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നാലൊന്നും കുഴപ്പമില്ല, സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് പുറത്തങ്ങ് വിട്ടാൽ അതൊന്നും കുഴപ്പമില്ല, ഇതൊന്നും ആരും നമ്മളെ ഒന്നും ചെയ്യില്ല എന്നുള്ള തോന്നൽ ആളുകൾക്കുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ട്, ഭയപ്പാടിന്റെ ഒരു കുറവുണ്ട്. അത് പാടില്ല. കാരണം ഇത് നമ്മൾ ഒരുപാട് പേര് ഇതിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരുപാട് നേടാനില്ലെങ്കിലും നമ്മളിതൊക്കെ ഒരുപാട് പേര് എന്റർടൈൻ ചെയ്യുന്നത് കൊണ്ടും നമ്മൾ ഇതിൽ കുറച്ചൊക്കെ നമ്മൾ അതിൽ കുറച്ച് അട്രാക്ട് ആയതുകൊണ്ടാണല്ലോ നമ്മളിത് കാണുന്നത്. ഇതൊരു ഇൻഡസ്ട്രിയാണ്, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ ജീവിക്കുന്നുണ്ട്, അവരുടെ തൊഴിലാണത് അല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് കാണണമെന്നുള്ള ആ ഒരു ആൻഷീറ്റി അല്ലെങ്കിൽ നമുക്ക് അതിനോടുള്ള നമുക്കിത് കണ്ടാൽ അതിന്റെ നെക്സ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ആരാണ് പുറത്തു പോകുന്നത് എന്നറിയാനുള്ള ആ കൗതുകം നമുക്കങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണേണ്ട കാര്യമില്ല. ആക്ച്വലി ഇത് കാണിക്കുന്ന ആ മീഡിയയ്ക്കും അതിന്റെ ആ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നവർക്കും ആക്ച്വലി ഇതൊരു നഷ്ടമാണ്. ഇതിൽ പൊതുവെ നമ്മൾ പിന്നെ വേറെ പലതിലും ഇവരുടെ ഈ ഒരു ഈ ചോർച്ച മാത്രമല്ല, ഇതിന്റെ ഒരു ട്രാൻസ്പാരൻസി എനിക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടം. കാരണം ഇതിന്റെ ട്രാൻസ്പാരൻസി പൊതുവെ നഷ്ടപ്പെടുന്നു. സുതാര്യതയില്ല, അതിൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ പ്രശ്നങ്ങളായി തോന്നുന്നു അല്ലേ? പ്രശ്നങ്ങൾ ഡെഫിനറ്റ്ലി പ്രശ്നങ്ങളുണ്ട്. അത് ആക്ച്വലി അതൊക്കെ മാറ്റി വേണം ഇവർ ഇനിയൊരു സീസൺ വെക്കുകയാണെങ്കിൽ അതിനെ ഇവർ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ട് അതിന്റെ പ്രശ്നങ്ങളൊന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ളത് വളരെ ഇതാണ്. താങ്കളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ആക്ച്വലി ഞാൻ എന്നും ഞാനും എന്റെ ഹസ്ബൻഡും പുള്ളി റിട്ടയർഡ് ആണ്. ഞങ്ങൾ ദിവസവും നിങ്ങളുടെ എല്ലാ ടോപ്പിക്സും ഞങ്ങൾ ഇങ്ങനെ നോട്ടീസ് ചെയ്യുന്നു. എന്റെ ഹസ്ബൻഡാണ് ഏറ്റവും കൂടുതൽ അഡിക്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഈ പ്രോഗ്രാമില്. അത് എനിക്കൊരു ഓസ്കാർ അവാർഡ് തന്ന ഒരു പ്രതീതിയാണ് കേട്ടോ. ഹസ്ബൻഡിന്റെ പേരെന്താ? ഹസ്ബൻഡിന്റെ പേര് സുൽഫി എന്നാണ്. രണ്ടുപേരോടും പൊതുവേദിയുടെ അഗൈതികമായ സ്നേഹവും നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. കേരളത്തിൽ കുറച്ച് നാളെ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ കേരളത്തിന് പുറത്ത് സെൻട്രൽ ഗവൺമെന്റിൽ വർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ കേരളത്തിന് പുറത്തൊക്കെയാണ്. പക്ഷെ ഇത് ഞങ്ങളെ വല്ലാതെ അട്രാക്ട്, എസ്പെഷ്യലി പുള്ളി ഒരു രാഷ്ട്രീയ ബേസ് ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് രണ്ടുപേർക്കും ഒരേ രാഷ്ട്രീയമാണോ? രണ്ടുപേർക്കും രണ്ട് രാഷ്ട്രീയമാണോ? രണ്ട് രാഷ്ട്രീയമാ. എനിക്ക് ഇങ്ങനെയുള്ള ഞങ്ങളുടെ കുറച്ച് പ്രേക്ഷകരെ, ഒന്ന് ശ്രീമതി ജയ എന്ന് പറഞ്ഞൊരു പ്രേക്ഷകർ കൊല്ലുന്നത്, അവരുടെ ഭർത്താവ് ഒരു BJP അനുകൂലിയാണ്, ശ്രീമതി ജയ ഒരു കോൺഗ്രസ് വക്താവാണ്. അപ്പോൾ അവർ രണ്ടുപേരും പക്ഷേ തുറന്നു പറയാം, എന്റെ ഹസ്ബൻഡ് ഒരു കോൺഗ്രസ്സുകാരനാണ്. പുള്ളി ഇലക്ഷനൊക്കെ നിന്ന് ജയിക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷെ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്. അപ്പൊ വീട്ടിലൊരു സന്ദേശം സിനിമ ഇടക്കിടക്ക് നടക്കും അല്ലേ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെ എനിക്ക് ആക്ച്വൽ ഈ പൊളിറ്റിക്സ് എന്നുള്ളതിനുപരി എനിക്ക് റിയൽ പൊളിറ്റിക്സിനോടാണ് ഇഷ്ടം. അപ്പൊ എനിക്ക് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. അപ്പൊ ഞാനൊരു പാർട്ടി എന്നുള്ളത് കൊണ്ട് പാർട്ടിയിലെ എല്ലാ വശത്തിനെയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് സപ്പോർട്ട് പലപ്പോഴും കൊടുക്കുന്നത്. ഇഷ്യൂ നോക്കി അതിൽ സത്യം എവിടെ, നീതി എവിടെ നോക്കിയിട്ടല്ലേ? റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഞാൻ എന്നും വിളിക്കാറുണ്ട്, ഓ ഗോഡ് എനിക്ക് താങ്ക്സ് പറയുന്നു, ഇന്നെങ്കിലും നിങ്ങൾ ഇത് എടുത്തതില്. ചില ദിവസങ്ങളിൽ അവിടെ കിട്ടാത്തതുകൊണ്ടായിരിക്കും കണക്ഷൻ. എനിക്ക് റിങ്ങും പോകാറുണ്ട്, പക്ഷെ കണക്ട് ആവാറില്ല. ഇനിയെങ്കിലും നിങ്ങൾ കാരണം ഞാൻ ഈ പൊളിറ്റിക്സിനോട് കുറച്ച് താല്പര്യമുള്ള വ്യക്തിയാണ്, പൊളിറ്റിക്കൽ വിഷയത്തിനോട് സംസാരിക്കാൻ താല്പര്യമുള്ള ആളാണ്. അപ്പൊ നിങ്ങൾ എന്റെ നമ്പറൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ശരി, ഞാൻ അത് PCR പ്രത്യേകം പറയാം. നമ്മുടെ താങ്ക് യു സോ മച്ച്. ഏതായാലും വലിയൊരു അംഗീകാരം ഞങ്ങൾക്ക് നൽകി, സന്തോഷം. മനു, എസ്പെഷ്യലി യു ആർ വെരി ഗ്രേറ്റ്. എനിക്ക് ഭയങ്കര താങ്കൾ സംസാരിക്കുന്നത്, താങ്കൾ ഷൗട്ട് ചെയ്യുന്നത്, താങ്കൾ അടിവെക്കുന്നത്, ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാന് എന്താ പറയാ, ധൃതംഗ പുളകിതരായി എന്ന് പറയാൻ വേണമെങ്കിൽ. എനിക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോഴത്തെല്ലൊക്കെ വീടുപോലുള്ള ഒരാളാണ്. എന്നെ ആരെങ്കിലും പ്രശംസിച്ചാൽ ഞാൻ അതിൽ എനിക്ക് അങ്ങനെയല്ല, പൊതുവെ ഇഷ്ടമുള്ളതാണല്ലോ. അപ്പൊ താങ്കൾ ചില സമയത്ത് ഭയങ്കര ഫയറായിട്ട് ചിലരെയൊക്കെ അങ്ങ് ആഞ്ഞടിക്കുന്നതൊക്കെ കാണാറുണ്ട് ഞാൻ.